അടിയോടടിയാണ് പാലക്കാട്. കൊച്ചിയിൽ നിന്നും വണ്ടി കയറാത്ത മാധ്യമങ്ങൾ പക്ഷേ ഈ വിവരം അധികം അങ്ങോട്ട് തങ്ങളുടെ മാധ്യമങ്ങളിൽ ആളിക്കത്തിക്കുന്നില്ല. പാലക്കാട് BJP-യിലാണ് അടിയും ഇടിയും പൊട്ടിത്തെറിയും നടക്കുന്നത്. പക്ഷെ അപ്പോഴും കൊച്ചി കോർപ്പറേഷനിൽ ആരായിരിക്കും മേയർ എന്നതിന് ചൊല്ലിയുള്ള വാർത്തകൾ കത്തിക്കാൻ മാത്രമാണ് മാധ്യമ ശ്രമിക്കുന്നത്. രാത്രിക്ക് രാത്രി ഇന്നലെ ദീപ്തി മേയറുടെ ബൈറ്റ് എടുക്കുന്നു, അത് കൊടുക്കുന്നു, ചർച്ചയാക്കുന്നു, വിവാദങ്ങൾ കത്തിക്കാൻ നോക്കുന്നു. കോൺഗ്രസിൽ കലഹം എന്ന് തുടങ്ങിയ വാർത്തകൾ എല്ലാ ബുള്ളറ്റിനിലും പരന്ന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ മാങ്കൂട്ടം വിഷയത്തിലാണ് പാലക്കാട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എത്രയോ മാസങ്ങൾ ആ വിഷയം അങ്ങനെ തന്നെ കൊടുത്തു. എന്നാൽ BJP-യിൽ നടക്കുന്ന പൊട്ടിത്തെറി അത്ര കണ്ടങ്ങോട്ട് കാണുന്നില്ലേ എന്നതും ചോദ്യമാണ്. കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ശക്തമായി തങ്ങളുടെ തിരിച്ചുവരവ് കാണിച്ചപ്പോൾ ഇനിയും അവർക്കിടയിൽ കുത്തിത്തിരിപ്പുകൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ചില CPM PR മാധ്യമങ്ങൾ. പക്ഷേ പാലക്കാട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുക ഇനി BJP തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിക്കുക ഒട്ടും സാധ്യമല്ല. അയ്യപ്പ കൊള്ളയടക്കം വലിയ വിവാദങ്ങൾ കെടാതെ നിൽക്കുമ്പോൾ പരസ്യമായി തന്നെ അവരെ വിമർശിച്ച കോൺഗ്രസ് BJP ഇല്ലാതാക്കാനായിട്ട് മാത്രം പാലക്കാട് ഒരു കൈകോർക്കൽ ഇന്നത്തെ സ്ഥിതിയിൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വീണ്ടും BJP-യിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ വളയം വെച്ച് കിട്ടുന്നത്. പക്ഷേ അവർക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആരാവണം ചെയർമാൻ എന്ന കാര്യത്തിൽ തർക്കം മാത്രമാണ് നിലനിൽക്കുന്നത്. NDA മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഒരു സമവായത്തിലേക്ക് എത്താനായിട്ടില്ല. ഇവിടെ 4 പേരുകൾ വിവിധ നേതാക്കൾ ഉയർത്തുന്നുണ്ട്. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ സ്മിതേഷിനെ ചെയർമാനാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് രംഗത്തെത്തുന്നത്. P. സ്മിതേഷാണ് ചെയർമാൻ സ്ഥാനത്തിന് യോഗ്യൻ എന്ന് പറഞ്ഞ് BJP സംസ്ഥാന കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായിരുന്ന പ്രമീള ശശിധരൻ മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് താഴെ കമന്റ് വിട്ടു. പക്ഷേ നേതൃത്വം ഇടപെട്ട് പിന്നീട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. BJP സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായി E. കൃഷ്ണദാസിനായി ഒരു വിഭാഗവും രംഗത്തുണ്ട്. സുനിൽ ശശികുമാർ എന്നിവർക്ക് വേണ്ടി വാദിക്കുന്നവരും ഒപ്പം തന്നെ ഇവിടെ കാണാൻ പറ്റും. സംസ്ഥാന പ്രസിഡന്റാണ് ചെയർമാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് BJP നേതൃത്വം ഇപ്പോൾ പറയുന്നത്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിനായും തർക്കം ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബേബി, മിനി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിലൊരു ബലം നോക്കിക്കാണുമ്പോൾ അത് ഇത്ര വലുതല്ല എന്ന് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പ്രസിഡന്റ്. അതിനിടയിലേക്കാണ് പാലക്കാട്ടെ ഈ കുത്തിത്തിരിപ്പും കൂടെ ആവുന്നത്. എന്താണെങ്കിൽ അവസാന തീരുമാനം എന്താണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.